ഹലോ ഗായ്സ്, ഇന്ന് തൊട്ട് നമുക്ക് വീഡിയോ റിയാക്ഷൻ കുറച്ച് ലെവലാക്കി ഇടുക കേട്ടോ. മറ്റു രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ ഡെയിലി സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കും. നമുക്ക് നോക്കാം എന്തിനാവും. കുറെ അവന്മാർ ഡെയിലി എന്തൊക്കെയോ കഴപ്പുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ടില്ല. അപ്പൊ ആദ്യത്തെ വീഡിയോ എടുക്കണം. ഞാൻ മൂവാറ്റുപുഴ നടന്ന അവിടം വരെ തന്നെ ഉണ്ണിക്കണ്ണൻ വിജയനെ കാണാനായിട്ട് പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വലിയൊരു ആഗ്രഹം ദിലീപേണ്ണ കാണുന്നുള്ളത്. ദിലീപേണ്ണ എങ്ങനെയെങ്കിലും കണ്ട് ദിലീപേണ്ണന്റെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കണം. എനിക്ക് വലിയൊരു ആഗ്രഹം. നടക്കോ? പോണം. ഞാൻ എന്തായാലും നടന്നു തന്നെയാട്ടോ. ചേട്ടൻ കണ്ടോ? ഇതേപോലെ ഒരുത്തനും പോയതാണ്. അവനെ നാട്ടുകാരെല്ലാം വിളിയായിരിക്കും. അവനെ നന്ദയ്ക്ക് വിളിച്ചാലും പറഞ്ഞാലും ഒന്നും ചെയ്യും. പക്ഷെ അവൻ എന്തെന്നറിയാമോ, കഷ്ടപ്പെട്ടാണ് നേടിയെടുത്തത്. നീ പോണം. നീ ഒരു കാര്യം, നീ ഒരു തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും കാസർഗോഡ് തിരുവനന്തപുരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ. നടന്ന് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ദിലീപേട്ടൻ കാണും. അപ്പൊ ചിലപ്പോൾ നിന്നെ വിളിച്ചിട്ട് അയ്യോ പോലെ വാടാ, നീ ഇത്ര വിഷമം, നീ എന്റെ കാരവലൊക്കെ പൊക്കിയിരുന്നിട്ട് പിന്നെ നിനക്ക് ഫോട്ടോ ആയി, പിന്നെ നിനക്ക് ബിഗ് ബോസിൽ പോവാം. അങ്ങനെ കുറെ പരിപാടി നിനക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഉദ്ദേശം കൊണ്ട് ഉണ്ണിക്കണ്ണം പോയ പോലെ അവിടെ നാളെ ദിലീപ്, ഇനി വേറെ അടുത്ത വന്നിട്ട് സൂര്യയെ കാണാൻ പോകണം, അടുത്ത ഷാറൂഖ് ഖാനെ കാണാൻ പോകണം, അടുത്ത എനിക്ക് അംബാനിയെ കാണാൻ പോകണം, ഞാൻ മുംബൈ വരെ നടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ കുറെ അവന്മാർ ഇനി വരും. നമ്മൾ ലിറ്ററലി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക. ഇതാ പോണം. ദിലീപ് എന്നെ തന്നെ കാണാൻ പോകണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതൊക്കെ എന്ത് എന്നെ കുട്ടീനെ വേറെന്തും വിളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്നെ വിളിക്കുന്നില്ല. പേര് വിളിക്കാൻ ഈ വീഡിയോ ഇവന്റെ ലവർ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കണം കേട്ടോ, പാവനെ വിളിക്കണം കേട്ടോ. ഭയങ്കര വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ പോടാ, ഇവനൊക്കെ സ്കൂളിൽ പോവുക പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഏതോ മതിലൊക്കെ ചാരി ഇരുന്നിട്ട് എന്തൊക്കെയോ പറയണ. അവന്റെ ഏതോ കൊച്ചു ലവർ അവനെ വിളിച്ചില്ലെന്ന്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ കൂടിയുള്ള സമയമില്ല. കാരണം എന്ത് ചെയ്യാൻ വേണ്ടി, രാവിലെ പോയിട്ട് രാത്രി വരണം, ട്യൂഷനും പോകണം, പിന്നെ അത് കഴിഞ്ഞ് വീട്ടുകാരുടെ കഥയും കേട്ടോണ്ട് വീട്ടിൽ ഇരിക്കാന്നല്ലാതെ. അവനാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുള്ള, അയ്യോ അവന്റെ ലവർ അവനെ വിളിക്കണില്ലെന്ന്. ഇങ്ങനെ ഉള്ളവന്മാരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറയണത്, നിന്നെ വിളിക്കാനില്ലെങ്കിൽ നീ വേറെ ഒന്നിനെ നോക്കുക. ഞാൻ ഒരു ഉപദേശം തരാം. അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ബാക്കപ്പ് വേണം. മനസ്സിലായില്ലേ? ഇക്കാലത്ത് നമ്മുടെ ജനറേഷൻ ജീവിയെ കുറച്ച് ബാക്കപ്പ് ഒക്കെ നല്ലതാണ്. ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീരും. അതുകൊണ്ട് ഒരാളെ വിളിക്കില്ല, അടുത്ത ആളെ വിളി. അതൊക്കെ പറ്റുള്ളൂ. അല്ല ഇപ്പൊ ഓരോ കൊണയോ നീ അങ്ങനെയല്ല. ഞാൻ കാര്യമാണ് പറഞ്ഞത്. നീയൊക്കെ വേണേ വിശ്വസിച്ചാൽ മതി. ഉള്ളതുപോലെ പറയണതേ ഉള്ളൂ. അവന്റെ കരച്ചിൽ എനിക്ക് പങ്കുചേരണം ആഗ്രഹമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എനിക്ക് തോന്നുന്നു അവൾ വിളിക്കുമായിരിക്കും. അവൾ വിളിക്കുമ്പോൾ നമുക്ക് നോക്കാം. അവൾ നിന്നെ വിളിക്കുള്ളൂ, നീ കരയാതെ. അവൾ നിന്നെ വിളിക്കും. എനിക്ക് ഉറപ്പാണ് നിന്നെ വിളിക്കും. നമുക്ക് നോക്കടാ. ഒരു കിഡില് ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇപ്പൊ എറിച്ച് മതിൽ ഒട്ടിയിരിക്കുന്ന സംഭവം. മറ്റേ ബീർ ബൈസെപ്സ്, അതിന്റെ പേരെന്ന് അറിഞ്ഞൂടാ. അപ്പൊ മറ്റേ ലിട്രസി അല്ലോ എന്നൊക്കെ ഡീലുണ്ട്. നമുക്ക് അവിടെ പൊങ്കാല അവനവിടെ. അവനെ ഇവിടെ ആറ്റ പൊങ്കാല തുടങ്ങിയില്ല. അവിടെ അപ്പോഴേ അവനെ അടിച്ച് തുടങ്ങി അവിടെ മൊത്തത്തിൽ. विलियम कहाँ से हैं आप? केरला सर, 100% लिटरेसी सर. അവന്റെ തമാശ ഇട്ട് എനിക്കുണ്ടല്ലോ ഇവിടുന്ന് വരണ വെളിയിലോട്ട്. 100% ലിറ്ററസി സാർ. നീ ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തില് അല്ലാതെ നീ ഈ പറഞ്ഞ കേരളത്തിന്റെ ബോർഡർ വിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം, ആ വോട്ട് ഇപ്പൊ പറയും, കുറെ സ്ഥലങ്ങൾ പറയാം, പോട്ട് അത്യാവശ്യം ബുദ്ധിയും വിവരവും എന്ന് പറഞ്ഞ സാധനം ലോജിക്കായിട്ട് ചിന്തിക്കുന്ന കുറെ അവന്മാരെ എനിക്ക് കാണിച്ചു തരൂ. നിന്റെ നാട്ടിലുണ്ടാ? ഇല്ല. ഇവനൊക്കെ സ്വന്തം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ജീവിച്ചിട്ടില്ല. അവന് മറ്റോരോരോ സംസ്ഥാനങ്ങൾ കാണുമ്പോൾ പുച്ഛമാണ്. ഇവനൊക്കെ എന്ത് ജീവിതമാണ് ജീവിക്കണം? മനുഷ്യനാണ് ഇവനൊക്കെ. ഇത്രയും വലിയ സ്റ്റേജിലൊക്കെ മറ്റേ മില്യൺ, ഇവിടെ നിനക്ക് കുറെ മില്യൺ ഫോളോവേഴ്സോ അല്ലെ കുറെ യൂട്യൂബ് ചാനലുണ്ടെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. ഒരുത്തൻ്റെ നേരെ സംസാരിക്കുക, അല്ലെ ഒരാളെ മുമ്പിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നീയൊക്കെ കൊടുക്കണ കണ്ടന്റ് എന്ന സാധനം ഉണ്ടല്ലോ, അത് ചവിട്ടി കുഴച്ചിട്ട് നിന്റെ ഉള്ളിലെടുത്ത് കയറ്റേണ്ടി വരും. അല്ല ലിറ്ററലി അവൻ പറഞ്ഞ ഒരു ബുദ്ധി ഇല്ലാത്തവനൊക്കെ എന്ത് ചീട്ടെന്ന് പറ. കുറെ അവന്മാരുണ്ട്. ഇവനെന്നല്ല, ഒരു പോഡ്കാസ്റ്റും തുറന്നങ്ങ് വെക്കും. രണ്ടുപേരും അവിടെയും വിളിച്ചെടുത്തു, രണ്ടുപേരും ഇവിടെയും വിളിച്ചെടുത്തു. പിന്നെ അവന്മാര് പറയണെന്ന് പറയണ അവനും എന്തോന്ന് ഉത്തരം പറഞ്ഞോളാം, ഇവനും ഉത്തരം പറഞ്ഞൂടാ. എന്തൊക്കെയോ ഗുണങ്ങൾ അവനും പറയും ഇവനും പറയും. അവസാനം കണ്ടോണ്ടിരിക്കണമെന്ന് മനസ്സിലാവും ഇവർ എന്ത് പറയണം. കുറെ എണ്ണം ഉണ്ടങ്ങ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറയുമോ. കുറെ ആൾക്കാരെ കൊണ്ട് വിളിച്ചിട്ട് അവർ റോസ്റ്റ് ചെയ്യണം എന്ന് പറയും. അല്ല ഓടുന്നുണ്ട്, അവന് കുറെ തമാശ അവിടുന്ന് വരുന്നു, തമാശ ഇവിടുന്ന് വരുന്നു. അപ്പൊ അവരെ കളിയാക്കുന്നു. ഒരുത്തന്നെ കഴിവറി അവനെ കളിയാക്കുന്നു.
ഇപ്പൊ നമ്മുടെ സ്റ്റേജിൽ അവിടെ കയറി ഇരുന്നിട്ട് അവിടെ നിന്ന് മൈക്ക് വെറുതെ വായത്തൊന്നും വിളിച്ച് പറയാനല്ല, ഇപ്പൊ അവനും കെട്ടിക്കാണും. ഇതിലിപ്പോ എന്ത് പറയാൻ, ഇതിപ്പം യൂട്യൂബ് ഞാൻ പറയണോണ്ട് ഞാൻ മിണ്ടല്ല, അല്ലെ നിനക്കുള്ള ഞാൻ പറഞ്ഞു തന്നെ. നീ പോ നീ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് വെയിറ്റ് അടുത്തോടി നോക്കാം. അത് നല്ല വെറൈറ്റി സാധനമാണ്. മൈ ഫേവറേറ്റ്. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കും. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. പാവം കേട്ട ചേട്ടൻ്റെ കൂടെ അനിയത്തിപ്രാവിലെ കുഞ്ചാക്ക ബോബനും ശാലിനിയും പോലെയാണ് ഞാൻ ആദ്യം കണ്ടത്. ആവോടാ, ട്രൂ ലവ്, ട്രൂ ലവ്. ഇക്കാലത്ത് കാണാൻ കിട്ടണല്ലോ പിള്ളേരെ, നിങ്ങളൊക്കെ അപ്പുറത്തെ പിള്ളേരല്ലേ, എന്നാലും കാണാൻ കിട്ടണല്ലോ നിങ്ങളൊക്കെ. മാമല്ലേ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. പാവം കേട്ടാ, ഇന്നലെയൊക്കെ ഞാൻ കണ്ടപ്പോൾ വെച്ചാൽ അനിയത്തിപ്രാവിലെ മറ്റേ കുഞ്ചാക്കോ ബോബനും ശാലിനിയും കൂടെ എവിടെയോ പോയി സന്തോഷത്തോടെ ജീവിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇന്നായപ്പോൾ വീഡിയോ വന്നിട്ട് അവൻ കളഞ്ഞിട്ട് പോയെന്ന്. മക്കളെ നീ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടന് നിന്നെ മാത്രമല്ല കുറേ ആൾക്കാരെ ഇങ്ങനെ ഓട്ടോയിൽ കൊണ്ടുപോകണം. ആ ഓട്ടോക്കാരൻ്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിച്ചത്. അവൻ ആ ഫ്രണ്ടിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവൻ്റെ കഥ കേൾക്കാൻ പോകണ്ടല്ലോ, അവൻ തിരിഞ്ഞ് അടി കൊടുക്കാത്ത ഭാഗ്യം. ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഇവൻ ചിലപ്പം എനിക്ക് തോന്നുന്നു മോളെ വിളിച്ച് സ്കൂളിൽ പോകണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയുള്ള കണ്ടന്റ് കേട്ടപ്പോൾ മനസ്സിലായി അതല്ലെന്ന്. അവൾ പറഞ്ഞ ആര്യയുടെ അനിയത്തിയുടെ കൂടെയൊക്കെ എന്താണ് ഇവിടെ നടക്കണ, എന്താണ് ഈ കൊച്ചു കേരളം നടക്കണത് എനിക്ക് മനസ്സിലാവണല്ലോ. അവളുടെ കൂടെ പോയി എന്നിട്ട് അവ എന്ത് ചെയ്ത് നൈസായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അഴുതി മറ്റേ നമ്മൾ പുഴുത്ത് കഴിഞ്ഞപ്പോൾ അവ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഊരി അവ ഉടനെ അടുത്ത ചേച്ചിയുടെ ഓട്ടേ കയറി പോയി. അപ്പോൾ ഈ കൊച്ചു വലിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഇനി തിരിച്ചു പോയി ചേച്ചി അടി കൊടുക്കും. അപ്പോൾ ഇനി വല്ല വേറെ അടുത്തൊക്കെ പോയി ജീവിക്കാം, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതേപോലെയൊക്കെ നടക്കാം. ഇതൊക്കെ കൂടെ പാഠങ്ങളാണ് കേട്ടോ ജീവിതത്തിൽ. ഇതൊക്കെ ആര് പഠിക്കാനോ എന്തോ എവിടുന്ന്. അടുത്ത വീഡിയോ നോക്കാം. അടുത്ത എന്താണ്, ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തൊരു സംഭവമാണ്. ഇത് ഇങ്ങനെയൊക്കെ തീരുന്നു നേരത്തെ അറിയാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ മരിച്ച ആളെ കുറിച്ച് പറഞ്ഞുകൂടാ. പുള്ളി സത്യം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കേട്ടോ. ഇത് പക്ക. അവ അങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് അവ അവിടെ മൂന്നോടും. എനിക്കറിയാം ഇതിങ്ങനെ അമ്പലമാക്കും, അത് വളർന്ന് കുറേ ആളുകൾ വരും. പിന്നെ അവനൊരു തൊഴിലാവും. അത് ഈ തൊഴിലിലൂടെ അവൻ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിടും. ഇതെനിക്ക് നേരത്തെ അറിയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെ അവസാനം വരുമെന്ന്. ഇത് എനിക്ക് നമ്മളും ചോറൊക്കെ തന്നെ കഴിക്കണം, നമുക്ക് ബുദ്ധിയില്ലേ. ചിന്തിച്ചു നേരത്തെ എടുത്ത ലിറ്ററസി അല്ല, ലിറ്ററസി ഉള്ളതുകൊണ്ടാണ് അറിയണത് എന്താണ് ഉദ്ദേശമുള്ള കറക്റ്റ് കണക്ട്. എനിക്കന്ന് കണക്ട് ആയതാണ്. ഇപ്പം ഇത് തന്നെ ആക്കി തീർക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിന്ന് വെച്ചാൽ പറയാനൊന്നുമില്ല. അവൻ കുറച്ചത് അമ്പലമാക്കും. ഇനി ടൂറിസ്റ്റ് ആൾക്കാർ വരും, ഇനി മറ്റേ ഭണ്ഡാരപ്പെട്ടി വയ്ക്കും, പൈസ ഇടും. പിന്നെ അത് വളർന്ന് വലുതാവും ഗൈസ്. അതിലൂടെ അവനൊരു വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാം. പണ്ട് മറ്റേ പശുവിൻ തൊഴുത്തിലൊക്കെ കറക്കാൻ പോയതാണ്. ഇന്നവൻ അത് ചെയ്യേണ്ട കാര്യമില്ല. ലിറ്ററസി. ഓക്കെ, ഇതിലൂടെ ലിറ്ററസി, ഇതും ഒരു ലിറ്ററസി ഭാഗമാണ്. ഓക്കെ, വെറൈറ്റി ഒരു സാധനമാണ്, വെറൈറ്റി. ഓഹോ, ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതായി ഇന്നലെ രാത്രിയാണ് അനിൽകുമാറിനെ അരൂർ തുറവൂർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മദ്യപിച്ച് അശ്രദ്ധയോടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചെന്നാണ് അനിൽകുമാറിനെതിരായ എഫ്ഐആർ. അനിൽകുമാർ സാർ രേഖപ്പെടുത്തിയ ശേഷം വൈകിട്ടോടെ ജാമ്യത്തിൽ വിട്ടു. അനിൽകുമാർ സാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. രണ്ടെണ്ണം അടിക്കാം, കുഴപ്പമില്ല, ആരും കാണല്ലേ. പിന്നെ അടിച്ചു കഴിഞ്ഞ് ഈ സാമാനങ്ങളൊക്കെ എടുത്തല്ല റോഡിൽ ഇറങ്ങണ്ട, നടന്നു പോകും. വീണ് ഓടെ കിടന്നാലും കുഴപ്പമില്ല, ആരെയൊക്കെ വരുമ്പോൾ ഒരു സ്ഥലം കൊണ്ടുപോകാൻ. പക്ഷേ ഈ സാമാനം എടുത്ത് റോഡിൽ ഇറങ്ങി കണ്ടവരും നെഞ്ചത്തോടെ കൊണ്ട് കയറ്റിയാലുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ സാറെന്നാരും വിളിക്കുള്ളൂ, അനിൽകുമാറെന്ന് വിളിക്കുള്ളൂ. രണ്ട്, കുറച്ചും കൂടെ ചിന്തിക്കണം. നമ്മുടെ നാടിനെ കുറിച്ച് മനസ്സിലാക്കണം. എവിടെ പെട്ടാലും മീഡിയക്കാരൻ പോയി പെടല്. ഈ സാമാനം പൊക്കി പിടിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, മനസ്സിലായ? എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഈ സാധനം. ഞെക്കുക, ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. നമ്മൾ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും കിട്ടാവളം അതിൽ കിട്ടും. അപ്പൊ നമ്മൾ ഈ സാമാനങ്ങളൊക്കെ ചെയ്താൽ പോലും എല്ലാം ഒളിച്ച് ചെയ്യണം. അല്ലെ വല്ല വീട്ടിലെ ബാറിലായിരുന്നു അടിച്ചിട്ട് വരണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ തലറിയും വീണാലും മതിയായിരുന്നു. എന്നാലും അവന്മാർ കണ്ടുപിടിക്കാതെ വേറെ കാര്യം. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ടിപ്പായിട്ട് പറഞ്ഞു തരണേണ്. കുറച്ചും കൂടെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കോണ്ടന്റ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് എന്തെങ്കിലും പറയാനുള്ള ജസ്റ്റ് കമന്റ്സിൽ. ഇപ്പം എന്നെ ചീത്ത വിളിക്കാനായിരുന്നാലും മോസ്റ്റ് പ്രോബബ്ലി കുറെ എണ്ണമെന്ന് കൊണകൊണകൊണാന്ന് പറയും. സോ ഐ ഡോണ്ട് കെയർ. സോ നമുക്ക് ഇനി കമന്റ് സെക്ഷൻ നോക്കാം, നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.